ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇത് നമ്മുടെ കുട്ടൂസിൻ്റെ സർജറി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സർജറിക്ക് പോയതും ഹോസ്പിറ്റലിലെ വിശേഷങ്ങളെല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു ദിവസത്തെ അല്ല, അതായത് ബുധനാഴ്ച അഡ്മിറ്റ് ചെയ്ത് തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യണ വരെയുള്ള വീഡിയോസാണ്. അപ്പം ഞാൻ അവളെ സ്കൂളിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പോണത്. ബുധനാഴ്ചയാണ് നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പോയി നമ്മൾ ഒ പിയിൽ പോയി ഡോക്ടറെയൊക്കെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനസ്തേഷ്യ ഡോക്ടറെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനസ്തേഷ്യ ഡോക്ടറെയൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെല്ലാം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റും അങ്ങനെ കുറച്ച് ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ബുധനാഴ്ച അഡ്മിറ്റ് ചെയ്തിട്ട് വെള്ളിയാഴ്ചയാണ് നമ്മളോട് സർജറി പറഞ്ഞിട്ടുണ്ടായത്. ആ വ്യാഴാഴ്ച ദിവസം അവർക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും കൂടി അനസ്തേഷ്യ ഡോക്ടറെ കാണണം, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളോട് നേരത്തെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം പേഷ്യൻസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കിടക്കാനൊന്നും അങ്ങനെ വേറെ ബെഡൊന്നും കിട്ടിയില്ല. ഞാൻ അവളുടെ ബെഡിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ബെഡിൽ കിടക്കാനൊക്കെ പറ്റും. അപ്പോൾ തലേ ദിവസം ആയപ്പോൾ തന്നെ ആൾക്ക് ചെറിയൊരു വിഷമവും പേടിയൊക്കെ ഉണ്ട്. വ്യാഴാഴ്ച രാത്രിയുള്ള സീനുകളാണ് ഈ കാണുന്നത്. വ്യാഴാഴ്ച 10 മണി വരെ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പേടിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച രാവിലെ ഉള്ളതാണ്. വെള്ളിയാഴ്ച രാവിലെ അവർ പറഞ്ഞു ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഒരു 6 മണിയായപ്പോഴേക്ക് എഴുന്നേറ്റു. 6 മണിയായപ്പോഴേക്ക് അവർ മറ്റേ ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടി ഇഞ്ചക്ഷൻ ഇടാനൊക്കെ വേണ്ടിയിട്ട് അവരത് കുത്തിയൊക്കെ വെച്ചു. അപ്പോൾ നേരം വെളുത്തേ വരുന്നുള്ളൂ. ഞാൻ ചായയൊന്നും നമുക്കവിടെ ക്യാൻറ്റീൻ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് നമുക്ക് ചായയൊക്കെ പുറത്ത് പോയി മേടിക്കേണ്ടി വരും. അപ്പോൾ ഇവൾ അതിൽ തന്നെ പോയി പല്ലൊക്കെ തേച്ച് റെഡിയാവാൻ ഞാൻ പറഞ്ഞിട്ട് പല്ലൊക്കെ തേക്കുകയാണ്. പല്ലൊക്കെ തേച്ച് മേലൊക്കെ ഒന്ന് കഴുകാൻ പറഞ്ഞു. കുളിക്കണ്ട, കാരണം ഇനി സർജറി കഴിഞ്ഞാൽ പെട്ടെന്ന് മേല് കഴുകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവളോട് മേല് കഴുകാൻ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ഫുഡൊക്കെ വരും. അവിടെ നമുക്ക് പേഷ്യൻസിന് മാത്രം ഫുഡുണ്ട്, ബൈസ്റ്റാൻഡേഴ്സിന് ഫുഡൊന്നും കിട്ടില്ല. അത് നമ്മൾ പുറത്ത് പോയി മേടിക്കണം. ഇതിപ്പോൾ രാവിലെ കുട്ടൂസിന് ഫുഡൊന്നും കഴിക്കേണ്ടാത്തത് കൊണ്ട് വരുന്ന ഫുഡ് എനിക്ക് കഴിക്കാം. അപ്പോൾ ചിറ്റയുടെ മോളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഹോസ്പിറ്റലിലുള്ളൂ. അപ്പോൾ എൻ്റെ ചെറുതിനെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാക്കിയേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് അവൾ സ്കൂളിലൊക്കെ പോണത്. അപ്പോൾ നമ്മൾക്ക് ബുധനാഴ്ച അഡ്മിറ്റ് ചെയ്ത് ഏകദേശം തിങ്കളാഴ്ച ആകുമ്പോഴേക്കേ നമുക്ക് ഡിസ്ചാർജ് ആവുള്ളൂ. അപ്പോഴത്തേക്ക് അവൾക്ക് ഇടാനുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടു തന്നു കേട്ടോ. ഒരു മുണ്ടും പിന്നെ ഒരു ഉടുപ്പും കൊണ്ട് തന്നിട്ടുണ്ട്. അതിൽ ഇന്നറൊന്നും ഇടാൻ പാടില്ല, ഇത് മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ തലമുടിയൊക്കെ 2 സൈഡിൽ പിന്നിയിട്ട് കെട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർണമെൻറ്റ്സോ അരഞ്ഞാണോ ഏലസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ കമ്മലും അരഞ്ഞാണൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ഒന്നും ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് 2 സൈഡിൽ പിന്നിയിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കുട്ടൂസിൻ്റെ മുടി ഞാൻ വന്നതിന് മുമ്പ് കുറച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെങ്ത്ത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവർ മാസ്ക് വെച്ചിട്ട് പിന്നെ മുടിയും അവർ തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണത്. അപ്പോൾ ആൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആൾ ചെറിയ പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അപ്പൻഡിക്സിൻ്റെ സർജറി ചെയ്യുന്ന കുട്ടി കിടക്കണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്ക് ചെറിയൊരു പേടി വന്നു. ഇങ്ങനെ വേദന ഉണ്ടാവും, അങ്ങനെ വേദന ഉണ്ടാവും, എണീക്കുമ്പോൾ വേദന ഉണ്ടാവും, അങ്ങനെ തന്നെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇവൾക്ക് അനസ്തേഷ്യ ആണ് പറഞ്ഞിരുന്നത്, പക്ഷെ ചെയ്തത് അനസ്തേഷ്യ അല്ല. അതെന്താണ് എനിക്ക് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അനസ്തേഷ്യ ഡോക്ടറെയൊക്കെ നമ്മൾ കണ്ടതാണ്, പക്ഷെ അനസ്തേഷ്യ അല്ല ചെയ്തത്. അപ്പോൾ പോകുന്നതിന് മുന്നേ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ചിറ്റയും അനീത്തി വന്നില്ല. ചിറ്റയുടെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അവൾക്ക് വിശക്കണമൊന്നുമില്ല. കുറച്ച് നേരം ഗ്ലൂക്കോസൊക്കെ ഇട്ടു കേട്ടോ അവർ പോണതിന് മുന്നേ. അപ്പോൾ ചിറ്റ അവളൊന്നും ആശ്വസിപ്പിച്ചിട്ട് കൂടെ കൊണ്ടുപോവുകയാണ്. എന്തൊക്കെയോ ചിറ്റ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ചിറ്റ ആശ്വസിപ്പിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴേക്കും ആൾക്ക് മുഖത്തൊരു പേടിയും വിഷമമൊക്കെ ഉണ്ട്. ഒരു 10:15 ആയപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടോ. അവിടെ പുറത്തും വേറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൻഡിക്സിൻ്റെ സർജറി ആയിട്ടും ഹെർണിയയുടെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടൊരു 12:30 ആയപ്പോഴേക്കാണ് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നും പറഞ്ഞ് അവർ വിളിച്ചത്. ഞങ്ങൾ ആ സ്റ്റെപ്പിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ആരെങ്കിലും വിളിച്ചാൽ കേൾക്കില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് അവളുടെ വയറ്റിൽ നിന്നെടുത്ത അപ്പൻഡിക്സ് തന്നു. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം, ബയോപ്സി ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പം ഞാനത് ബയോപ്സി ചെയ്യാനായിട്ട് കൊടുക്കാൻ പോയി. നമ്മുടെ ഇത്രയും നാളത്തെ ഉറക്കം കളഞ്ഞ മുതലാണ് ഈ കിടക്കുന്നത്. അത്യാവശ്യം വലിയതായിരുന്നു കേട്ടോ. 7.3 ഉണ്ടായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് ബയോപ്സി ചെയ്യാൻ നമ്മുടെ അടുത്ത് തന്നെ ഒരു DDRC ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടായാണ് ബയോപ്സി ചെയ്തത്. അതിൻ്റെ റിസൾട്ട് 7 ദിവസം 8 ദിവസം കഴിയുമ്പോൾ നമുക്ക് മെയിലായിട്ട് വരും എന്ന് പറഞ്ഞു. വന്ന് മേടിക്കാം, അല്ലെങ്കിൽ മെയിൽ അയക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കയറി കണ്ടു കേട്ടോ. അവളാണെങ്കിൽ വേദന തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വൈകുന്നേരം ആയപ്പോഴേക്കും കയറി കണ്ടത്. അപ്പോഴത്തേക്കും വേദനയൊക്കെ തുടങ്ങി, കരച്ചിലൊക്കെ ആയി. അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കഷ്ടം തോന്നി. വീഡിയോ എടുക്കാൻ മെയിൻ കാരണം വീഡിയോ എടുക്കണമെന്ന് കാണുമ്പോൾ അവൾ കുറച്ച് വേദന കടിച്ചമർത്തി നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയും നല്ല വേദന ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ICUവിലൊക്കെ പോകുമായിരുന്നു കേട്ടോ. ഇവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം യൂറിൻ പാസ് ചെയ്യാൻ. അപ്പോൾ അവൾ കാലൊന്നും താഴ്ത്തി വെക്കണേ ഇല്ല, അവൾക്ക് വേദന എടുത്തിട്ട്. അവസാനം അവർ മെഡിസിനൊക്കെ കൊടുത്ത് അവൾ ഉറങ്ങി. അപ്പം ഞാൻ അന്നത്തെ ദിവസം മുഴുവനും ഞാൻ കുറേ നേരം ICUവിൽ, അതായത് വെള്ളിയാഴ്ച മൊത്തം കുറേ നേരം ICUവിലും പിന്നെ കുറേ നേരം പുറത്തൊക്കെ ആയിട്ടാണ് ഇരുന്നത്. ഉറങ്ങിയിട്ടേ ഇല്ല. ICUയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നു. കാരണം നമ്മൾ റൂമിൽ വാർഡിൽ അങ്ങനെ പോയി കിടന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിളിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. ICUവിലെ നേഴ്സുമാർ ഒന്നും ചെയ്യില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ട് അവരൊരു കാര്യവും ചെയ്യില്ല. എന്തും നമ്മളെ വിളിക്കും, നമ്മൾ വേണം ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുമ്പോൾ എന്നെ കാണണം എന്ന് പറയുമ്പോഴേക്കും ഞാൻ അവിടെ പോയി നിൽക്കും. അപ്പോൾ ചെറിയ പിള്ളേരായതുകൊണ്ട് അവർ പാരൻസിനെ അടുത്ത് നിർത്തുന്നുണ്ട്. അപ്പം ഞാൻ മൊത്തം ടൈം ഉറങ്ങിയതേ ഇല്ല. അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയതേ ഇല്ല. പുറത്ത് വേറെ 1-2 പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറേ നേരം ICUവിൻ്റെ ഉള്ളിൽ പോയിരുന്നു. അങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചു ഞാൻ. അപ്പോൾ നേരം വെളുത്ത ഒരു 6 മണിയാകുമ്പോഴേക്കും ഇവിടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം, തുടപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ICUവിൽ പോയപ്പോൾ എടുത്തൊരു ഇതാണ്. ICUവിൻ്റെ ഉള്ളിൽ ഫോണൊന്നും അലൗഡല്ല. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ആരും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു 6 മണി 6:30 ആയി. 6:30 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളെ ഡ്രസ്സ് ചെയ്യിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടല്ല, റൂമിൽ നിന്ന് എടുത്തിട്ട് പോയി. വൈപ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തോർത്ത് മുക്കി തുടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ വൈപ്സൊക്കെ മേടിച്ചിട്ടുണ്ടായി. നേരത്തെ ഉള്ള കുട്ടീനോട് പറഞ്ഞു തന്നു വൈപ്സൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ മേടിച്ചു. ബ്രഷൊക്കെ ചെയ്യിക്കാൻ വേണ്ടി ബ്രഷൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും. ഞാൻ എന്നിട്ട് അവളെ പതുക്കെ ചാരിയൊക്കെ ഇരുത്തി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായില്ല. അവൾ എണീറ്റു. അവൾ നന്നായിട്ട് സഹിക്കുന്ന രീതിയിലാണ്. കുറേ വേദനയൊക്കെ അവൾ സഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ആടെ ഓക്കെ ആക്കി. പിന്നെ പിറ്റേ ദിവസമാണ് അവളെ റൂമിലോട്ട് മാറ്റുന്നത്. അതായത് വെള്ളിയാഴ്ച സർജറി കഴിഞ്ഞെങ്കിൽ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് റൂമിലോട്ട് മാറ്റിയത്. അപ്പോൾ അവൾക്ക് ആദ്യമൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ഒന്നും നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വേദന ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ട് അവർ അനസ്തേഷ്യ അല്ല എടുത്തത്. അവർ നടുവിന് 2 ഇഞ്ചക്ഷനാണ് എടുത്തത്. അതുകൊണ്ട് അവളോട് എപ്പോഴും കിടക്കണം എന്നാണ് പറഞ്ഞത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, എണീറ്റ് നടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളം മാത്രം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കരിക്കിൻ്റെ വെള്ളം മാത്രം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങി വെള്ളം മാത്രം കൊടുക്കാൻ തുടങ്ങി. ഫുഡൊന്നും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പതുക്കെ വേദന മാറിക്കോളും. അതിനുള്ള വേദനയ്ക്കുള്ള മരുന്ന് അവർ 2 നേരം ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പതുക്കെ അവൾ ബെറ്ററായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞായറാഴ്ച ആയപ്പോഴേക്കും അവൾ കുറച്ചും കൂടി ബെറ്ററായിട്ടുണ്ട് കേട്ടോ. അവൾ എണീറ്റിരിക്കാൻ തുടങ്ങി, വേദന അല്പം കുറഞ്ഞു, പതുക്കെ നടക്കാൻ തുടങ്ങി. എന്നാലും സ്പീഡിലൊന്നും നടക്കാനൊന്നും പറ്റില്ല. ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും ഫുഡ് എന്തെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. ആവിയിൽ വേവിച്ചതോ ലൈറ്റായിട്ട് പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡോ. അപ്പോൾ ഈ ഫുഡ് കാണാത്ത പിള്ളേരെ പോലെ കിട്ടിയപ്പോഴേ അവൾ വലിച്ചോരി തിന്നാൻ തുടങ്ങി കേട്ടോ. കാരണം വ്യാഴാഴ്ച രാത്രി ഫുഡ് കഴിച്ചതാണ്, പിന്നെ കഴിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ്. അതുവരെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഇങ്ങനെ ഗ്ലൂക്കോസ് ഇടുന്നുണ്ടായിരുന്നു, എന്നാലും വായിൽ കൂടെ കഴിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ആൾ ബെറ്ററായി. അത്യാവശ്യം നല്ല രീതിയിൽ ഓക്കെ ആയി വരുന്നുണ്ട് ആൾ. അപ്പോൾ കിടക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഡ്രസ്സിങ്ങൊക്കെ ഒരു പ്രാവശ്യം കൂടി അവരവിടെ ചെയ്തു തരുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തിങ്കളാഴ്ച ആയപ്പോഴേക്കും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് ഞാൻ അവളെ തലയൊക്കെ ഒന്ന് കുളിപ്പിച്ചു. മേലങ്ങനെ കുളിപ്പിച്ചില്ല, തുടപ്പിച്ചുള്ളൂ. കാരണം അവിടെ വെള്ളം വീഴുണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് തല മാത്രം കുളിപ്പിച്ചിട്ട് മേലൊക്കെ ഞാൻ തുടപ്പിച്ചെടുത്തു. നാളെപ്പത്തേക്കും കുറച്ചും കൂടി ബെറ്ററായി. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. ഞാനൊരു യൂബർ വിളിച്ചിട്ടാണ് അവളെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. 2 വീലറിൽ ഇരുത്താനൊന്നും പറ്റില്ലല്ലോ. പിന്നെ വീട്ടിൽ വന്നു, അത്യാവശ്യം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവളെ ഞാൻ റൂമിൽ കയറ്റിയത്. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ.